നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീ തികച്ചും മറ്റൊരാളാണ്. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ല. എനിക്കോ സീതമ്മയ്ക്കോ പരിചയമുള്ളവരുമല്ല. ഒരു പക്ഷേ എപ്പോഴെങ്കിലും നീ അത് കണ്ടെത്തും. അങ്ങനെ സമാധാനിക്കും. നിങ്ങളുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ, നിങ്ങൾ എന്റെ ആരും അല്ലെങ്കിൽ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അത് കുറച്ചുനാൾ നിന്നെ എല്ലാവരും നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ഒരു കൊട്ടേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ്. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നേ? സോറി. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് അടച്ചിട്ട് സമയാസമയത്ത് ഭക്ഷണം എത്തിച്ചേരുക എന്നൊരു പരിപാടി മാത്രമേ എനിക്കുള്ളൂ. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട കാര്യം എനിക്കില്ല. അത്യാവശ്യ സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് വസ്ത്രങ്ങൾ കൂടി ഞാൻ എത്തിച്ചേരാം. തൽക്കാലം കുളിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കൂ. അങ്ങനെ ഉണ്ടുറങ്ങി ഇവിടെ താമസിക്കാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഏതായാലും വന്നുപോയില്ലേ, താമസിച്ചല്ലേ പറ്റൂ. അതിബുദ്ധി കാണിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട, പറ്റില്ല. അഥവാ പുറത്തിറങ്ങിയാൽ തന്നെ ആളുകൾ കാവലുണ്ട്, അത് മറക്കണ്ട. വയറ്റിലുള്ള കുഞ്ഞ് ലോകം കാണും മുമ്പേ തള്ളയും കുഞ്ഞും ചാവാൻ നിൽക്കണ്ട. ശരി, പ്ലീസ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം. അത് നിന്റെ അമ്മയല്ല, അതാദ്യം മനസ്സിലാക്ക്. സുഗുണനറിയാലോ, ഫോഴ്സിൽ തനിക്ക് അത്ര നല്ല പേരല്ലടോ ഉള്ളത്. ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യമായി ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട് താൻ എന്തിനാടോ ഇങ്ങനെ സർവീസ് ബുക്കിൽ ചുവപ്പ് വരെ വാങ്ങിക്കൂട്ടുന്നേ? കമ്മീഷണർ ഹേമചന്ദ്രൻ ഇവിടെയുള്ള കാലത്ത് താൻ വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷണർക്ക് കിട്ടിയതുപോലൊരു സസ്പെൻഷൻ തനിക്ക് വാങ്ങിച്ചേരാൻ എനിക്കറിയാഞ്ഞിട്ടല്ലടോ. അയ്യോ സാറേ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കമ്മീഷണർ സാർ പറയുന്ന കേസുകൾ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോന്നല്ലാതെ. താൻ കൊടുത്ത റിപ്പോർട്ടുകളെ ഏതൊക്കെയാണെന്നും അതെന്തിനു വേണ്ടിയാണെന്നും എനിക്കറിയാം. എന്തായാലും നമ്മളൊരു കേസന്വേഷണം തുടങ്ങാൻ പോവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സുഗുണനെ വിളിപ്പിച്ചത്. ഹണിമൂണിന് പോയ അഡ്വക്കേറ്റ് അർജുൻ ആനന്ദിനെയും വൈഫിനെയും ഒരു ലോറി ഇടിച്ചിട്ട് പോയ കേസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉവ്വ് സർ. അന്ന് താൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? ഇല്ല സർ, ഞാൻ ലീവിലായിരുന്നു. ഇത്ര പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റും? അതെന്നായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചില്ലല്ലോ. അത് അന്നാ വാർത്ത ഞാൻ വായിച്ചതായി ഓർമ്മയുണ്ട് സർ. പത്രം എല്ലാ ദിവസവും വായിക്കുന്നതല്ലേ, അന്നെന്താ പ്രത്യേകം ഓർമ്മിക്കാൻ കാരണം? സർ, അന്ന് ഞാൻ ഫാമിലിയുമായി പുറത്തായിരുന്നു. വൈഫാണ് ആ വാർത്ത ആദ്യം വായിച്ചത്. ആ ഓർമ്മയിൽ പറഞ്ഞതാ. അന്ന് ആക്സിഡന്റിൽപ്പെട്ട വക്കീലിനെ മാത്രമേ നാട്ടുകാർക്ക് ആദ്യം കണ്ടെത്താനായുള്ളൂ. ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ ഭാര്യ പൂജയെ ആശുപത്രിയിൽ വെച്ച് കണ്ടുവെന്ന സുഗുണനല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത്? സർ, അത് അതേ സുഗുണ, താൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതെ സർ. അത് പക്ഷേ സുഗുണനോട് ആരാ പറഞ്ഞത്? ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പൂജയെ അഡ്മിറ്റ് ചെയ്ത ആശുപത്രിയിൽ നിന്നോ? അതെ സർ. പക്ഷേ അങ്ങനൊരു കോള് ആശുപത്രിയിൽ നിന്ന് തനിക്ക് വന്നിട്ടില്ലല്ലോ സുഗുണ. ആശുപത്രിയിലെ ഒരു ഫോണിൽ നിന്നും സുഗുണന്റെ ഫോണിലേക്ക് അങ്ങനൊരു കോള് വന്നിട്ടില്ല. ഒരു ഡോക്ടറും തന്നെ വിളിച്ചിട്ടുമില്ല. ശരിയല്ലേ? എനിക്ക് ഓർമ്മയില്ല സർ. പക്ഷേ കോൾ റെക്കോർഡ്സ് വെറുതെ ആവില്ലല്ലോ. താൻ സത്യം പറഞ്ഞു. അതുകൊണ്ടേ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കമ്മീഷണറല്ലേ എന്നെ വിളിച്ച് അങ്ങനെ പറയാൻ പറഞ്ഞത്, അല്ലേ? അതെ സർ. ശരി, ഇപ്പൊ കമ്മീഷണർ എവിടുണ്ട്? അറിയില്ല സർ. സസ്പെൻഷൻ പീരീഡ് കഴിഞ്ഞ് കമ്മീഷണർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഫോൺ നാളുകളായി സ്വിച്ച് ഓഫ് ആണ്. അയാളുടെ ഒരു ബന്ധു ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷിച്ചു വന്നു എന്ന് കേട്ടു. സുഗുണന് ഒരു വിവരമില്ലേ? ഇല്ല, എനിക്കറിയില്ല സർ. എന്നാലേ സുഗുണൻ ചെല്ല്. സർ. അഭി,
മോനെ അബി, എന്താച്ചാ? അവള് പോലീസിനെയും കൊണ്ട് വന്നിരിക്കുന്നു. ഇന്നലെ നമ്മൾ കാണിച്ച അതേ അടവ് തന്നെ ഇന്നും. മനസ്സിലായല്ലോ? നിന്റെ തലയ്ക്ക് സുഖമല്ലേ? അവരെവിടെ? അകത്തുണ്ട് സർ. വിളിക്ക്. എന്തേ, ഞങ്ങൾ വിളിക്കണോ? അയ്യോ സാറേ, കുറെ നേരമായി എവിടെ കാണാതെ ഞങ്ങൾ അന്വേഷിച്ചടക്കായിരുന്നു. മോനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാ സാർ ഇങ്ങോട്ട് വന്നത്. അമ്മ ഇത് രാവിലെ എങ്ങോട്ടാ പോയത്? അമ്മ വന്നേ. തൊട്ട പോര് തന്നെ. എന്താ അഞ്ജന ഇത്? ഇത് നമ്മുടെ മോനല്ലേ അഭിജിത്ത്? സാറേ, എന്റെ മോൾ എവിടെയാണെന്ന് ചോദിക്കും സാറ്. ഇവരിന്ന് സ്റ്റേഷനിലേക്ക് വന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഇവരുടെ മകളെ നിങ്ങൾ ഇവിടെ ഒന്ന് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മോളെയോ? എന്റെ മോളെ. എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? വന്നേ, നമുക്ക് അകത്തോട്ട് പോവാം. അമ്മ വാ. എന്നെ വിടാനാ പറഞ്ഞത്. എനിക്കും ഇവൾക്ക് 2 മക്കളെ ഉള്ളൂ. ഒന്ന് ഇവൻ അഭിജിത്ത്, പിന്നെ ഉള്ളത് ഒരു പെൺകുട്ടിയാ അഹല്യ. അവിടെ പഠിക്കാനായിട്ട് ഹോസ്റ്റലിലാണ്. നിർത്തടോ അഭിനയം. ഞാൻ എന്റെ റാണി മോളെ പറ്റിയ പറഞ്ഞത്. കണ്ടില്ലേ സാറേ, ഇതാണ് തരം. ഞാൻ എവിടെ പോയി കുട്ടിയെ കൊണ്ട് കൊടുക്കുന്ന? സാറേ, അമ്മയ്ക്ക് ഈ അടുത്ത കാലത്തായിട്ട് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അയ്യോ, പച്ച കള്ള സാറേ. അച്ഛനും മോനും കൂടി പറയുന്നേ എന്റെ മോളെ ഇവർ ഇന്നലെ ഇവിടുന്ന് കടത്തിയതാ. ഈ നിൽക്കുന്നത് നിങ്ങളുടെ ഭർത്താവല്ലേ? അതെ. ഇത് മകനാണോ? അതെ. മകള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര മക്കളാ? എന്റെ അറിവിൽ ഞങ്ങൾക്ക് 2 മക്കളെ ഉള്ളൂ സാറേ. റാണി എന്റെ മോളെ സാറേ, ഇയാളുടെ അല്ല. കണ്ടില്ലേ സാറേ, കുറച്ചു കാലമായിട്ട് ഇവളുടെ സ്വഭാവം ഇങ്ങനെയാ. സാറേ, എനിക്ക് പറയാൻ വേറെ ആരുമില്ല. എന്റെ മോളെ രക്ഷിക്കണം. അയ്യോ ഈശ്വരാ. സാർ ഒന്ന് വന്നേ. ഹലോ, ഇവരെ ഒന്ന് നോക്കിക്കോ. എന്റെ മോള്. സാറേ, എന്റെ മോൻ കേൾക്കെ പറയണ്ടെന്ന് കരുതിയ. അവളെ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു സാറേ. അതിലൊരു കുട്ടിയും ജനിച്ചു. പക്ഷെ അയാൾ ഇട്ടേച്ചും പോയി. ആ കുട്ടി പ്രസവത്തിൽ മരിക്കുകയും ചെയ്തു. അതെല്ലാം അറിഞ്ഞു തന്നെയാ ഞാൻ വിവാഹം ചെയ്തത്. കൊല്ലം ഇത്രയും ആയില്ലേ സാറേ. 2 മക്കളും ഉണ്ടായി. അവരാണെങ്കിലോ വളർന്ന് ഈ പ്രായവുമായി. അപ്പോഴാ അവളുടെ പ്രസവം എടുത്ത വയറ്റാടിത്തള്ളയെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ പഴയ ഓർമ്മകൾ. എല്ലാ രാത്രിയിലും എഴുന്നേറ്റുന്ന ആദ്യം കരച്ചിലായിരുന്നു. പിന്നെ ആണെങ്കിലോ മോളെ ഞങ്ങൾ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു എന്നാ പിന്നെ നിലവിളി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണെങ്കിലോ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞായിരുന്നു ബഹളം. ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല, ഈ ആഴ്ച കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്നാ ആദ്യം അത് ചെയ്യണോ? മനുഷ്യനെ വെറുതെ മെനക്കെടുത്തിക്കാനായിട്ട്. എന്റെ മോള്. ഇവരകത്തുകൊണ്ടെന്നാക്കിട്ട് വാ.